വൺ കിഡു സൂപ്പർ ഫൺ ലോഫ്റ്റർ റൈറ്റ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷാറുഖ് ഖാന്റെ സീരീസ് അല്ല, ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ദ ബാസ്റ്റേഴ്സ് ഓഫ് ബോളിവുഡ്. വേണമെങ്കിൽ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഡീസെന്റ് ആയി പറയുന്ന ദ ബാറ്റ്സ് ഓഫ് ബോളിവുഡ് എന്ന് വേണമെങ്കിൽ പറയാം. കിഡു സാധനം, കിഡു ഐറ്റം. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ചിരിച്ചിട്ടുള്ള ഒരു സീരീസ് കണ്ടിട്ട്. സോ ആക്ച്വലി സീരീസ് ആണ്, സിനിമയല്ല. ഒരു 7 എപ്പിസോഡ് ഉണ്ട്. ഒരു എപ്പിസോഡ് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട്. അത് ഇത്രയും എന്റർടൈനിങ് ആയി എടുത്തു വെക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ചെക്കന് പണി അറിയാന്നുള്ളത് ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ടുവേർഡ്സ് ലാസ്റ്റ് ഡിറക്റ്റഡ് ബൈ ആര്യൻ ഖാൻ എന്ന് എഴുതി കാണിക്കുന്ന സീൻ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചെക്കന് പണി അറിയാന്ന്. അടിപൊളിയായിട്ടാണ് പണി വെച്ചിരിക്കുന്നത്. സോ ഇതിൽ നമ്മുടെ കില്ലിലെ ഹീറോ, അതേപോലെ തന്നെ വില്ലൻ ലക്ഷ്യം, അതേപോലെ തന്നെ രാഘവ് ജോയാലാണ് മെയിൻ ലീഡായി ചെയ്തിരിക്കുന്നത്. അവര് രണ്ടുപേര് മനീഷ് ചൗധരി, ബോബി ഡിയോൾ, പിന്നെ ഇതിൽ മറ്റേ നായികയുടെ ഒരു അനിയനായിട്ട് ഒരു ചെറുക്കനുണ്ട്. അവരാണ് ഈ സീരീസിന്റെ ബാക്ക് ബോൺ എന്ന് പറയാ. ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ് ടു ദ ലാസ്റ്റ് ചിരിപ്പിച്ചു കൊല്ലും. പല സീൻസ് ഞാൻ റീവൈൻഡ് അടിച്ച് കണ്ടു. സോ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു കോമഡി സീരീസ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ദിസ് ഇസ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. ബോളിവുഡിലെ സകലമായ ആൾക്കാർ ഈ സീരീസിലുണ്ട്. അറിയാലോ, ഷാറുഖ് ഖാന്റെ മകന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. എല്ലാവരും ഉണ്ട്. സ്റ്റിൽ ഇമ്രാൻ ഹാഷ്മി ഹിറ്റ്സ് ഡിഫറെന്റ്. സോ ഞാൻ ഇത് ആദ്യം വന്നിട്ട് സിനിമയാണ് വേണ്ടി കാണാൻ പോയത്. പിന്നെ 7 എപ്പിസോഡ് ഉണ്ട്. ഒരു എപ്പിസോഡ് 1 മണിക്കൂറോളം ഉണ്ട്. ഈ അടുത്ത നൂറ്റാണ്ടിലൊന്നും കണ്ടു തീരില്ലാണ്ട് വിട്ടു. അപ്പോഴാണ് ഇമ്രാൻ ഹാഷ്മി രാഘവ് ജോയലും തമ്മിലുള്ള ഈ സീരീസിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഐ ഷുഡ് വാച്ച് ദിസ് ആൻഡ് ഐ എം ഗോയിങ് ടു വാച്ച് ദിസ്. വൺ കിഡൂസ് ആണ്. അവര് തമ്മിലൊരു കോമ്പിനേഷൻ സീൻ ഉണ്ട്. അതിൽ രാഘവ് ജോയൽ വന്നിട്ട് ഒരു ഇമ്രാൻ ഹാഷ്മി പൈത്യമാണ്. വൺ കിഡു ആയിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. ആളുടെ കൗണ്ടേഴ്സ് ഒക്കെ കേൾക്കണം. അതേപോലെ തന്നെ ഫ്രെഡി സോഡാവാല പറഞ്ഞ ക്യാരക്ടറാണ് നമ്മുടെ മനീഷ് ചൗധരി ചെയ്തിരിക്കുന്നത്. ആളുടെ പെർഫോമൻസ് അതിലേറെ കിടുവായിരുന്നു. പല സ്ഥലങ്ങൾ നമ്മൾ ചിരിച്ചു ചാവും. സ്റ്റിൽ ഇതൊരു റേറ്റഡ് സീരീസ് ആണ്. അഡൾട്ട് ജോക്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ മറ്റേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന ആൾക്കാരൊന്നാണ് വെച്ചാൽ ആ വഴിക്ക് പോകരുത്. ഫെമിനിസ്റ്റ് ആണ് വെച്ചാൽ ആ വഴിക്ക് പോകരുത്. നെപ്പോട്ടിസം, ബോളിവുഡിലുള്ള മറ്റേ സിനിമ മാഫിയ, അവിടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഇഷ്യൂസ്, ഇതൊക്കെ നല്ല വൃത്തിക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കുറെ തെറിവിളിയും കാര്യങ്ങളുണ്ട്. അച്ഛൻ വന്നിട്ട് എന്താ മോനെ ചോദിച്ചാൽ വത്ത ഫക്കും തിരിച്ചു ചോദിക്കുന്ന മക്കളാണ് ഈ സീരീസിലുള്ളത്. സോ അതൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ സീരീസിന്റെ അടുത്ത് പോയിട്ട് തന്നെ കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരു ലോഫ്റ്റർ റൈറ്റിന്റെ ഭാഗമാവണം, ഒരു ഫൺ റൈഡിന്റെ ഭാഗമാവണം എന്ന് വെച്ചാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. വൺ കിഡൂസ് ആണ്. ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ് ടു ദ ലാസ്റ്റ് ചിരിപ്പിച്ചു കൊല്ലുന്ന് വേണമെങ്കിൽ പറയാം. അജാതി സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പേഴ്സണലി. കുറെ ക്യാമിയോസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ടുവേർഡ്സ് ലാസ്റ്റ് എസ്പെഷ്യലി 7ാമത്തെ എപ്പിസോഡിൽ ഒരു ലോഡ് ട്വിസ്റ്റ് ഉണ്ട്. ആൻഡ് ഒരു കാർ ചേസ് സീക്വൻസ് ഉണ്ട്. ഒരു പിങ്ക് ഫെറാറിയും അതേപോലെ തന്നെ രാഘവ് ജോയാലിന്റെ ടൊയോട്ട ആയിട്ട്. അതൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. ബോബി ഡിയോൾ വരെ കിഡു ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ വേണ്ടവരെ കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. 7 എപ്പിസോഡ് ഉണ്ട്. ഒരു എപ്പിസോഡ് ഏകദേശം 1 മണിക്കൂറുണ്ട്. സ്റ്റിൽ അത് കണ്ടു കഴിയുമ്പോൾ സീസൺ 2 ഇറക്കി വിടുക എന്ന് പറയാൻ തോന്നണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഷാറുഖ് ഖാൻ ഒക്കെ വരുന്നുണ്ട്. സോ try it out if you have